നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ആളുകൾ വളരെ ആഘോഷത്തോടെ നടത്തുന്ന ഒന്നാണ് വിവാഹം. രണ്ട് വ്യക്തികളെ പോലെ രണ്ട് കുടുംബങ്ങളും ഒന്നാകുന്ന നിമിഷമാകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വിവാഹം ഗ്രാൻഡ് ആയിട്ടാണ് നടത്താറ്. ഇന്നത്തെ വിവാഹങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഇവന്റുകാരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തുകകൾ ഇതിനായി മാറ്റിവെക്കേണ്ടി വരാറുണ്ട്. ആഘോഷങ്ങൾക്ക് തുക കൂടുമ്പോൾ അല്ലെങ്കിൽ തുക ആവശ്യമായി വരുമ്പോൾ എന്താ ചെയ്യുക? കടം മേടിക്കുകയോ ബാങ്കിൽ നിന്നും തുക വായ്പ എടുക്കുകയോ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ തുകയ്ക്ക് നൽകേണ്ടി വരുന്ന പലിശ നിരക്കുകളെ കുറിച്ചാണ്. സ്വന്തം പണത്തിനുള്ളിൽ നിന്നും വിവാഹങ്ങൾ നടത്തുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇത് വലിയൊരു കടബാധ്യതയായി മാറിയേക്കാം. ഇന്നത്തെ കാലത്ത് സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് 5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ കുറഞ്ഞതാകും. ധനവാന്മാരെ സംബന്ധിച്ച് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ ഇത് ഉയർന്നേക്കാം. സ്വർണം, വസ്ത്രം, ഭക്ഷണം, മേക്കപ്പ്, സ്റ്റേജ്, വാഹനം എന്നിങ്ങനെ എല്ലാത്തിനും കൂടെ നമ്മൾ ഉദ്ദേശിച്ച തുകയിൽ നിൽക്കില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ബാങ്കുകളെ ആശ്രയിക്കുന്നത്. വിവാഹത്തിനായി വായ്പകൾ എടുക്കുമ്പോൾ വ്യക്തിഗത വായ്പകളുടെ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തുക. ഒരീടും ഇല്ലാതെ തന്നെ ഇത്തരം വായ്പകൾ അനുവദിച്ചു കിട്ടുന്നു. 20 ലക്ഷം രൂപ വരെ തുക വായ്പയായി ലഭിക്കുന്നു. ക്രെഡിറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പലിശ നിരക്ക് 10 മുതൽ 25% വരെയാണ് ഉണ്ടാകുക. 1 മുതൽ 5 വർഷം വരെയുള്ള കാലയളവിലാണ് വായ്പകൾ തിരിച്ചടയ്ക്കേണ്ടത്. വായ്പകൾക്കായി അപേക്ഷിച്ച് 24 മുതൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ വായ്പ അനുവദിച്ചു കിട്ടുന്നു. എന്നാൽ ഈ വായ്പകൾ വരുത്തിവെക്കുന്ന ബാധ്യതകൾ കൂടി അറിഞ്ഞിരിക്കണം. വിവിധ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾക്കായി ഈടാക്കുന്ന നിരക്കുകൾ എത്രയാണെന്ന് കൂടി നമുക്ക് നോക്കാം. SBI വ്യക്തിഗത വായ്പകൾക്ക് 10.05 മുതൽ 15.05% വരെയാണ് പലിശ ഈടാക്കുന്നത്. ഇതിനായി 1.05% വരെ പ്രോസസിംഗ് ഫീസും ഈടാക്കുന്നുണ്ട് എന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. HDFC ബാങ്ക് 9.99% മുതൽ 24% വരെയാണ് പലിശ ഈടാക്കുന്നത്. 6500 രൂപ മുതൽക്കാണ് പ്രോസസിംഗ് ഫീസ് ആരംഭിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ICICI ബാങ്ക് 10.45 മുതൽ 16.5% വരെയാണ് പലിശ ഈടാക്കുന്നത്. പ്രോസസിംഗ് ഫീസ് വരുന്നത് 2% മുതൽക്കാണ്. ആക്സിസ് ബാങ്ക് 9.99% മുതൽ 22% വരെയാണ് പലിശ നിരക്ക്. വായ്പാ തുകയുടെ 2% പ്രോസസിംഗ് ഫീസായി ഈടാക്കുന്നത്. കൊട്ടക് മഹേന്ദ്ര ബാങ്കിന് 10.99% മുതൽക്കാണ് പലിശ ഈടാക്കുന്നത് ആരംഭിക്കുന്നത്. 5% വരെയാണ് ഇതിനുള്ള പ്രോസസിംഗ് ഫീസ്. IDFC ഫസ്റ്റ് ബാങ്ക് 9.99% മുതൽക്കാണ് പലിശ ചുമത്തുന്നത്. ഇൻഡസിൻഡ് ബാങ്ക് 10.49% പലിശയാണ് വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്നത്. പ്രോസസിംഗ് ഫീസ് 3.5% മുതൽക്കാണ് ആരംഭിക്കുന്നത്. യെസ് ബാങ്ക് ഈടാക്കുന്നത് 10.85 മുതൽ 21% വരെയാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ വ്യക്തിഗത വായ്പകൾക്ക് 10.85% മുതൽക്കാണ് പലിശ ആരംഭിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന് 10.6% മുതൽക്കാണ് പലിശ ഈടാക്കുന്നത്. മൊത്തം വായ്പയുടെ 0.35% പ്രോസസിംഗ് ഫീസായി ഈടാക്കുന്നത്. നിങ്ങളുടെ തുകയ്ക്കനുസരിച്ച് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.